നാളെ സ്വർണ്ണവിലക്ക് എന്തു സംഭവിക്കും എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു സ്വർണ്ണവില തകരുകയാണെന്ന്. അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേരളത്തിൽ 720 രൂപയോളം വില കുറവ് ഇന്ന് അനുഭവപ്പെട്ടു. ഇനി നാളെ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നാളെയും കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് മാർക്കറ്റുകളുടെ സ്വഭാവം ഇന്നും പ്രകടമാക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം സ്വർണ്ണവില വളരെയധികം താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെയും കൂടി കുറയുന്നതോടുകൂടി സ്വർണ്ണവിലയുടെ ഭാവി എന്തെന്ന് സംശയിക്കും എന്ന വിധം കുറയുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വില കുറയൽ തുടർച്ചയായിട്ട് ഉണ്ടാവുകയില്ല. നാളെയും കുറയും, പക്ഷേ വില വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ട് വാങ്ങാനുള്ളവർ ഈ വില കുറയുന്നത് ഒരു അവസരമായി കാണണം എന്നാണ് പറയുന്നത്. സ്വർണം വെറുതെ നഷ്ടത്തിൽ വിറ്റ് കളയരുത്. കുറയുന്നു എന്ന് കരുതിയിട്ട് വില വീണ്ടും തിരിച്ചു പിടിക്കും. അതുകൊണ്ട് എല്ലാവരും ഓരോ മാർക്കറ്റിലെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. നാളത്തെ സ്വർണ്ണവില പറഞ്ഞു തരുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വാങ്ങണോ വിൽക്കണോ എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ സഹായിക്കും. താങ്ക് യു സോ മച്ച്.